ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. താമരശ്ശേരിയിലെ ഒരു കുട്ടി അതിക്രൂരമായി വിദ്യാർത്ഥി അവരുടെ സഹപാഠികളാൽ നഞ്ചക്ക് കൊണ്ട് തലക്കടിച്ച് കൊല്ലപ്പെട്ട ആ ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. അതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. വിശദവും വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ വരട്ടെ, അതിനുശേഷം തീർച്ചയായിട്ടും ഞാനും അതിനെക്കുറിച്ച് സംസാരിക്കും. ഈ സമയത്ത് ഇങ്ങനൊരു വീഡിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ അൺബോക്സിങ് ഡ്യൂഡ് എന്നൊക്കെ പറയുന്ന ഒരു പുള്ളിക്കാരൻ്റെ അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ്റെ വീഡിയോ എങ്ങനെ റെലവൻ്റ് ആവും എന്നുള്ള കാര്യമാണ്. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പറ്റുന്നുണ്ട്. കാരണം നമ്മുടെ തലമുറ എങ്ങോട്ട് പോകും എന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ ഹോപ്പ് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ പോലും നമ്മുടെ ലൈഫിനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരിൽ ഒരു പയ്യനായിട്ട് ഈ പയ്യനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ലൈഫിൽ നിന്ന് പുള്ളി സെറ്റിൽഡ് ആയിരിക്കുന്നു. അപ്പോഴും പുള്ളിക്കാരനെ ഹോണ്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ, അച്ഛനെവിടെ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി തന്നെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇത് നമ്മുടെ സാമൂഹികമായിട്ടുള്ള കുറേ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് എങ്ങോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്താണ് ചെറിയ ചെറിയ വിഷാദങ്ങൾ വരുന്ന സമയത്ത് മരണത്തിലേക്ക് പോകുന്നു. മറ്റു ചിലരാണെങ്കിൽ ലൈഫിന് ഒരു സീരിയസ്നെസ് ഇല്ലാതെ ഇങ്ങനെ ജീവിച്ച് തീർക്കുന്നു. എന്നാൽ ഇതിനെല്ലാം കണ്ടുകൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന അച്ഛനമ്മമാർ നമ്മുടെ ചുറ്റും ഉണ്ട് എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു തരത്തിൽ ഇപ്പോൾ നമ്മൾ ഒരാളെ ഇൻസ്പയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പുള്ളി ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ്റെ ലൈഫിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങൾ ആദ്യമായിട്ട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ബഹുമാനം തോന്നി. അതിനെക്കാട്ടിൽ അദ്ദേഹത്തിനോട് ബഹുമാനം തോന്നിയതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് അങ്ങനെ ആക്കി അദ്ദേഹത്തിൻ്റെ അമ്മയോട് ബഹുമാനം തോന്നി. ഇനി എന്താണെന്നുള്ള കാര്യം അവരിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്തായിരുന്നാലും നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിനകത്തും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഈ ഒരു കാര്യം ശരിക്കും ഒരു ഒരു ഇൻസ്പയറിംഗ് ആവാനുള്ള സാധ്യത ഉള്ളൊരു കാര്യമാണ്. ശരിക്കും ഭയങ്കരമായിട്ട് ആ ഒരു ഉമ്മയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് ആദ്യമേ തന്നെ കൊടുത്തുകൊണ്ട് എന്താണ് കാര്യം എന്നുള്ള കാര്യം പുള്ളി തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയാം, എൻ്റെ കമന്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമന്റാണ് ഫാദർ അവിടെ പോയി, ഫാദറിന്റെ ഡീറ്റെയിൽസ് എന്താ പറയുന്നത്. ഒരുപാട് കമന്റ്സ് ആണ്. ഞാൻ ഫാദർ എവിടെ പോയി എന്നുള്ള കാര്യം, ഇദ്ദേഹത്തിന്റെ വീട് വാങ്ങുന്ന സമയത്തുള്ള വീഡിയോസൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയങ്ങളിലും ഇദ്ദേഹത്തിനോട് നിരന്തരമായിട്ട് ചില സമയങ്ങളിൽ പുള്ളി ഏറി കയറിയിട്ടൊക്കെ ഉണ്ട്. ആ ഏറി കയറുന്ന സമയത്തും പുള്ളിക്കാരൻ്റെ അച്ഛനെ കുറിച്ച് സംസാരിക്കും. പക്ഷേ പുള്ളിക്കാരൻ ഒരിക്കലും അച്ഛൻ എവിടെയാണ്, അച്ഛൻ വിദേശത്ത് ജോലി, അങ്ങനെ എന്തൊക്കെയാണ് പുള്ളി പറഞ്ഞത്. ഒരിക്കലും അച്ഛൻ കൂടെ ഇല്ല എന്നുള്ള കാര്യമോ അങ്ങനെയുള്ള കാര്യമോ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ എങ്ങനെയാണ് എവിടെയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. അത് ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്തിട്ടുള്ള ചിലപ്പോൾ ആൾക്കാർക്കറിയാം. കൂടുതലും കുട്ടികളൊക്കെ ആയിട്ടുള്ളതാണ്, യുവാക്കളടക്കമുള്ള ആൾക്കാരൊക്കെയാണ് കാണുന്നത്. വലിയ പ്രായമുള്ള ആൾക്കാർക്ക് ഒന്നും കാണാനുള്ള സാധ്യതയില്ല. ഓക്കെ, കേൾക്കാം. റിമൂവ് ചെയ്ത് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടലായിരുന്നു. ബട്ട് ഇന്ന് ഞാൻ അതിന് എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ഇന്ന് തരാമെന്ന് വിചാരിച്ച്. സോ ഇന്നത്തെ വീഡിയോ അത് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധാരണയുണ്ട്. ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കര പൈസ യൂസ് ചെയ്ത് ഭയങ്കര റിച്ച് കിഡ്, സ്പോയിൽ കിഡ്, ഭയങ്കര വലിയ ഫാമിലി, കുറേ അങ്ങനത്തെ ഒരു കാർ വാങ്ങുക, അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല. നമ്മളുടെ റിയൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാറില്ല, നിങ്ങളെക്കാട്ടിലും ദരിദ്രമായിട്ട് ജീവിച്ച് വന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എന്താ പറയുക, ഏറ്റവും ചെറിയ ഒരു വീട്, ഒരൊറ്റ റൂമുള്ളൊരു വീടില്ലേ, അങ്ങനത്തെ ചെത്തിത്തേപ്പ് പോലും കഴിയാത്ത ഒറ്റ റൂമുള്ള വീട്ടിൽ നിന്ന് ഞങ്ങൾ ജീവിച്ച ഞാനും ഉമ്മയും അനിയത്തിയും. പുള്ളിക്കാരൻ, ഉമ്മ, അനിയത്തി കാര്യമാണ് പറയുന്നത്. ഇപ്പം ഞാൻ ശരിക്കും ഇതെന്തുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് ഇപ്പം സംസാരിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടതും എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചതും ഇന്ന് ആ കുട്ടി നഞ്ചക്ക് കൊണ്ട് തലക്കടിച്ച് കൊല്ലപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ മിഹിർ എന്ന് പറയുന്നൊരു കുട്ടി 22ാമത്തെ നിലയിൽ നിന്ന് ആ വീടിൻ്റെ മുകളിൽ നിന്ന് കൂട്ടുകാരുടെ ബുള്ളിങ് കാരണം കൊല്ലപ്പെട്ട സംഭവം, ആത്മഹത്യ ചെയ്ത സംഭവം. അതോടൊപ്പം തന്നെ മറ്റു പല മദ്യത്തിലും അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട് 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി, ഒരു പയ്യൻ, അവൻ്റെ കുടുംബത്തിനുള്ള സ്വന്തം അനിയനടക്കം ഉന്മൂലനാശനം വരുത്തി എന്നുള്ള കാര്യം. അപ്പോൾ എങ്ങോട്ടാണ് ഈ തലമുറയുടെ പോക്ക്? ആ തലമുറയിൽ തന്നെ ഡിഫറൻ്റ് ആയിട്ട് പോകുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. അവരെ വാർത്തെടുക്കുന്നതിനകത്ത് വീട്ടുകാർക്കൊരു പങ്കുണ്ട്, സമൂഹത്തിനൊരു പങ്കുണ്ട്, വിദ്യാഭ്യാസത്തിനൊരു പങ്കുണ്ട്. ഇത് ആ ഒരു തരത്തിലുള്ളൊരു വിദ്യാഭ്യാസം പോലും നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല എന്നുള്ളൊരു കാര്യം ആലോചിക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നു. അവിടേക്കാണ് ഈ പറയുന്ന ചെറുപ്പക്കാരൊക്കെ അവരുടെ ലൈഫിൻ്റെ അകത്ത് കണ്ടോ ഏറ്റവും മോശമായ സാഹചര്യത്തിൽ നിന്നാണ് ആ പയ്യൻ ഇന്ന് എല്ലാം നേടിയെടുത്തേക്കുന്നത്. വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അദ്ദേഹം നല്ലൊരു കല്യാണം കഴിച്ചു, നല്ല രീതിയിൽ ജീവിക്കുന്നു. സോ അവരുടെയൊക്കെ ആ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി ഇന്നത്തെ തലമുറയിൽപ്പെട്ട പിള്ളേർക്ക് എവിടെ പോകുന്നു? ഇപ്പം ഞങ്ങളിൽ അത്രക്കും കുറച്ച് പൈസ മാത്രമുള്ള കാലമായിരുന്നു. എന്നാലും എന്നെ ഡ്രോയിങ്ങിന് വിടും, പാട്ട് ക്ലാസ്സിന് വിടും. എന്ത് കാര്യം അറിയില്ല കേട്ടോ. എന്നാലും ഡ്രോയിങ് ക്ലാസ്, പാട്ട് ക്ലാസ്, ഡാൻസ് ക്ലാസ്, പിന്നെ പിയാനോ അല്ലേ, ഗിറ്റാർ, ഒരു സാധനമല്ലേ. ഇവിടെ പുള്ളി എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഉമ്മയെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചാണ്. അതായത് ഈ വല്ലാത്ത പഞ്ഞ കാലഘട്ടത്തിലും ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടത്തിലും ചെറിയ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് വിൽക്കുന്നൊരു പരിപാടി, ഒരു കാറ്ററിംഗ് പരിപാടി പോലത്തെ പരിപാടി ഇന്നത് വളരെ വലിയ രീതിയിൽ പുള്ളിക്കാരൻ തന്നെ ഒരു ബ്രാൻഡാക്കി മാറ്റിയ ഉമ്മയ്ക്ക് കൊടുത്തു എന്നുള്ള കാര്യവും വളരെ സന്തോഷമായിട്ടുള്ള കാര്യം. ആ അമ്മ വളർത്തിയ ഒരു കാര്യവും ആ അമ്മയുടെ കണ്ണുനീരും കഷ്ടപ്പാടും ഒക്കെ മനസ്സിലാക്കിയൊരു മകനാണ്. അങ്ങനെ ഒരു മകനാണ് ഞാനും വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയൊരു മകനാണ് നമ്മുടെ മുമ്പിൽ സംസാരിക്കുന്നത്. ഞാനൊരു കാര്യം തുറന്ന് ചോദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള പല ആൾക്കാർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. പലർക്കും നിങ്ങളുടെ
മക്കൾ നിങ്ങളുടെ വേദനയും കഷ്ടപ്പാടും ഒക്കെ മനസ്സിലാക്കുന്നവരാണ്? ശരിക്കുള്ളൊരു ചോദ്യം കേട്ടോ. അത് നമ്മൾ ചോദിക്കണം. നമ്മളൊരു ആത്മപരിശോധന, നമ്മുടെ മക്കൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വളർത്തുമ്പോഴും നമ്മൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടിനെ ആ ഒരു കഷ്ടപ്പാടിനെ അറിയുന്നുണ്ടോ? വിശപ്പ് എന്താണെന്ന് അറിയുന്നുണ്ടോ? ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയുന്നുണ്ടോ? അവർ ആഗ്രഹിക്കുന്നതിനെ പെട്ടെന്ന് തന്നെ നേടിക്കൊടുക്കുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ പൈസയുടെ വില എന്താണെന്ന് അവർക്കറിയാമോ? ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരം. കാരണം ഇത് ഉണ്ടോ? ഇനി കുട്ടികളാണിത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ പറ, നിങ്ങളുടെ അച്ഛനമ്മമാരുടെ കണ്ണുനീരും കഷ്ടപ്പാടും വേദനയും ബുദ്ധിമുട്ടും സാഹചര്യങ്ങളും പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അവർക്കൊരു വാല്യൂ കൊടുക്കാറുണ്ടോ? നിങ്ങളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ലൈഫിൽ സംഭവിക്കുക. അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം സംഭവിച്ചത്. അതൊരു വലിയൊരു മാസീവ് ഹിറ്റായി. ഞാനും കുഞ്ഞും കൂടി കുറേ വീഡിയോസൊക്കെ ചെയ്ത് അതൊരു മാസീവ് ഹിറ്റായി. അങ്ങനെ പുള്ളിക്കാരൻ്റെ സഹോദരിയും കൂടെ ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ചില സമയങ്ങളിൽ കയറിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ആ പ്രതികൂല സാഹചര്യങ്ങളിലെയും അത് എന്താണ് അവഗണിച്ച് അവർ വളർന്നു വന്നു എന്നുള്ള കാര്യമാണ്. പിന്നെ പുള്ളിക്കാരൻ പറയുന്ന കാര്യം, ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യത്തിലും അവരെന്തെങ്കിലും ആഗ്രഹിക്കുകയോ ആവശ്യപ്പെടുകയൊക്കെ ചെയ്താൽ വീട്ടുകാർ വാങ്ങിച്ചു കൊടുക്കാതെ, ഇപ്പം നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും നമ്മുടെ ഇല്ലെങ്കിലും ഉണ്ടാക്കിയിട്ടാണെങ്കിലും മക്കളുടെ കാര്യം നമ്മൾ നടത്തി കൊടുക്കും. പക്ഷേ ഈ മക്കൾ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ അവർ കൊടുക്കുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ടാകുമോ എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. ഇത് നമ്മളത് വാങ്ങിക്കൊടുത്തു, അത് എന്താണ്, എങ്ങനെയാണ് ഇത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയതെന്നുള്ളത് അറിയാമോ മക്കളെ എന്നുള്ളൊരു കാര്യം അവരൊന്ന് ഓർമ്മിപ്പിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതെല്ലാം അവർക്ക് കിട്ടുമ്പോൾ, അവർക്ക് ഫ്രീലി അവൈലബിൾ ആകുമ്പോൾ സത്യം പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ വില അറിയില്ല. പണ്ട് കാലമല്ല ഇന്നത്തെ കാലം. ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ അവർക്ക് ഒരു കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞാൽ അപ്പം വാങ്ങിക്കൊടുക്കുന്നു, സൈക്കിൾ വേണമെന്ന് പറഞ്ഞാൽ അപ്പം വാങ്ങിക്കൊടുക്കുന്നു, ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാൽ അപ്പം വാങ്ങിക്കൊടുക്കുന്നു, ആഹാരങ്ങൾ പല ആഹാരങ്ങൾ കാണണം, അത് വേണമെന്ന് ചോദിച്ചാൽ അത് വാങ്ങിച്ചു കൊടുക്കുന്നു, ഇന്ന സ്ഥലത്ത് പോകണമെന്ന് ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ആ ഒരു പെയിൻ ഒന്നുമില്ലാതെ അവർക്കത് കിട്ടുമ്പോൾ, ഫ്രീലി അവൈലബിൾ ആകുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി നമ്മളുമായിട്ടുള്ളൊരു കാര്യമൊന്നും കണക്റ്റ് ആവത്തില്ല. അവർക്ക് എല്ലാം കൊടുക്കുന്ന ആൾക്കാരായിട്ട് മാത്രമായിട്ട് നമ്മൾ മാറും. വൺസ് നമുക്കത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർ ചോദിക്കും, താങ്കൾ എന്തിനാണ് ഞങ്ങളെ ഉണ്ടാക്കിയതെന്ന് ചോദിക്കും. ചിലപ്പോൾ സപ്പോസ് മേ ബി അത് എല്ലാവരും ചോദിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ചോദിക്കുന്ന കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ പെടുന്ന ആളാണ് ഇന്ന് താമരശ്ശേരിയിലുള്ള സ്ഥലത്ത് ആ കുട്ടിയെ നഞ്ചക്ക് വെച്ച് തലക്കടിച്ച് കൊന്നത് പോലത്തെ നരാധമന്മാരിൽ പെടുന്നത്. എനിക്കത് കേട്ടിട്ട് ആ ഷോക്ക് തരം വിട്ടു മാറിയിട്ടില്ല. അതിനെക്കുറിച്ച് ഇനി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വരട്ടെ, വന്നതിന് ശേഷം ഞങ്ങൾക്ക് സംസാരിക്കും. ബാക്കി കേൾക്കാം. എനിക്ക് അന്നൊരു ലാപ്ടോപ്പ് ലൈക്ക് അറൗണ്ട് ഒരു 80K ലാപ്ടോപ്പ് ഒക്കെ ആയിരുന്നു. അത് വാങ്ങി തന്നെ ഒരുപാട് ആൾക്കാർ കുറ്റം പറഞ്ഞിട്ട് എന്തിനാണ് എനിക്കത് വാങ്ങിക്കൊടുത്തെന്ന് കഴിച്ചിട്ട്. പക്ഷേ ആ ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് ഇന്നിപ്പോൾ ഒരു 100, 200, 300 അങ്ങനത്തെ ലാപ്ടോപ്പ് ഉണ്ടാക്കാനുള്ള ഒരു സാമ്പത്തിക ലെവലിലേക്ക് ഞങ്ങളെത്തി. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഓൾ താങ്ക്സ് ടു യൂട്യൂബ് ഈസ് മൈ സെക്കൻഡ് ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെയാണ് ഗൈസ്. ഈ യൂട്യൂബ് സെക്കൻഡ് ഗോഡ് എന്ന് പുള്ളി പറയുന്നില്ലേ, ഈ യൂട്യൂബ് കാരണം രക്ഷപ്പെട്ട് എത്രയോ പേരുണ്ടെന്ന് അറിയും. ഭയങ്കരമായിട്ട് ഒരുപാട് ക്രിയേറ്റേഴ്സ് യൂട്യൂബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് പുള്ളി പറയുന്നുണ്ട്, അപ്പം അവർ ലാപ്ടോപ്പ് കിട്ടി, അതുകൊണ്ട് അത് ചുമ്മാ ഇരിക്കേണ്ടെന്നൊരു അതിനകത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തി. പിന്നെ സഹോദരിയും കൂടി ചേർത്ത് വീഡിയോ ചെയ്തു. ആ വീഡിയോസ് എല്ലാം കൂടെ ഹിറ്റായി. അങ്ങനെ ഹിറ്റായി ഇന്ന് അവർക്ക് അതുപോലത്തെ 200, 300 ലാപ്ടോപ്പ് വാങ്ങാൻ, അതൊന്നുമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് വാങ്ങാനുള്ള സാമ്പത്തിക അടിത്തറ പുള്ളിക്കാരനുണ്ടായിട്ടുണ്ട്. അതായത് കുറച്ച് കാലത്തിന് മുമ്പ് ഇവരുടെ ചാനൽ റീച്ചായി, ഇവരുടെ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, റീച്ചായിരുന്ന സമയത്ത് ഒരു മാസം 8ഉം 10ഉം ലക്ഷം രൂപ പെർ മന്ത് യൂട്യൂബിൽ നിന്ന് റവന്യൂ വാങ്ങിച്ചുകൊണ്ടിരുന്നവരാണ്. ഇപ്പം അവർ ഏതാണ്ട് 2-3 ലക്ഷം രൂപയൊക്കെ ഇപ്പം മന്ത്ലി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കണം, മന്ത്ലി തന്നെ അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ചെയിൻ. വീഡിയോസ് കുറയുമ്പോൾ മാത്രമാണ് ഈ എമൗണ്ടിലേക്ക് എത്തുന്നത്. അല്ലാതെ കൂടുതൽ ഡെയിലി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ വരെ മന്ത്ലി വാങ്ങുന്നവരാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, 10 ലക്ഷം ടു 10 മാസമായി കഴിഞ്ഞാൽ 1 കോടി രൂപയായി. അവരങ്ങനെ വലിയ വീടും വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ കഷ്ടപ്പെട്ടിട്ട്, ഉമ്മ കഷ്ടപ്പെട്ട് വളർത്തിയത് കണ്ട് ആ വേദന മനസ്സിലാക്കി ആ സാഹചര്യത്തിനെ അവരും കൂടെ കഷ്ടപ്പെട്ടിട്ട് വളർന്നു വന്നതാട്ടോ. അല്ലാതെ ഒറ്റയ്ക്ക് ചുമ്മാ സ്പൂൺ ഫീഡ് ചെയ്ത് വന്നതല്ല. അതുകൊണ്ട് മനസ്സിലാക്കാം. നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ലൈഫ് പോവുക. ഈ പാർട്ടി ഡാൻസ് ഒന്നിനും ക്ലിക്കായില്ല. ആ കാർഡ് ചുരണ്ടി റീചാർജ് ചെയ്തിട്ടാണ് നെറ്റ് തന്നെ നമ്മൾ ബ്രൗസ് ചെയ്യുക, വീഡിയോ ചെയ്ത്. കാരണം ഇത്ര പൈസയുടെ സാധനം വാങ്ങിയതല്ലേ, ഇത് വെറുതെ നടന്ന് പൈസൻ്റെ വില നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ എത്തിയത്. അതിലൊരു മാറ്റം ഒരു ഇതുമില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ സ്പെൻഡ് ചെയ്യണം നന്നായിട്ട് അറിയാം, എങ്ങനെ എടുത്തു വെക്കണം നന്നായിട്ട് അറിയാം, എങ്ങനെ ഉണ്ടാക്കണം എന്ന് നന്നായിട്ട് അറിയാം. അതൊക്കെ പഠിച്ച് എല്ലാം ഓൾവേസ് താങ്ക്സ് യൂട്യൂബ്. ഇതാണ് നമ്മുടെ പിള്ളേർക്ക്, ഇന്നത്തെ തലമുറയിൽപ്പെട്ട പിള്ളേർക്ക് അറിയാത്തത്. എങ്ങനെ പൈസ ഉണ്ടാക്കണമെന്ന് അറിയത്തില്ല, പൈസ എങ്ങനെ ചിലവാക്കണമെന്ന് അറിയത്തില്ല, പൈസ നമ്മൾ നാളത്തേക്ക് എങ്ങനെ മാറ്റി വയ്ക്കണമെന്ന് അറിയത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് ധനവിനിയോഗവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴേ നമ്മുടെ കുട്ടികളിലും പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ സത്യം പറഞ്ഞാൽ അവർ വല്ലാത്തൊരു വിപത്തിലേക്കായിരിക്കും പോകുന്നത്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ തന്നെ നമ്മുടെ ഈ മൊബൈൽ ഫോൺ, ഇപ്പം അച്ഛനൊരു ഫോൺ, അമ്മയ്ക്കൊരു ഫോൺ, മക്കൾക്കും 2 ഫോൺ. ഈ ഫോണുകളിൽ വൈകുന്നേരങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിലും എല്ലാ സമയങ്ങളിലും വീട്ടുകാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ, സോഷ്യലൈസിങ് ഒന്നുമില്ലാതെ ഫോണിലേക്ക് മാത്രം
ഇത് മുഴുകുമ്പോൾ ഈ പിള്ളേർ മറ്റൊരു ലോകത്തേക്ക് മാറും. അവർ ചിലപ്പോൾ K-pop K-drama അടക്കമുള്ള മറ്റുള്ള സ്ഥലത്ത് ഇതൊക്കെ കണ്ടിട്ട് അവരങ്ങ് BTS ഒക്കെ കണ്ട് അവർ ആ വഴിക്ക് പോകും. അവർക്ക് ആ ഒരു തരത്തിലേക്കുള്ളൊരു ലൈഫ് അവർ എൻജോയ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഫാമിലി എന്നുള്ള സാധനമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും തീരുമാനിക്കണം, നമ്മുടെ വീട്ടിൽ കുറച്ച് സമയമെങ്കിലും നമുക്കൊരു എന്താ പറയുക, ഒരു ക്വാളിറ്റി ടൈം എന്നുള്ള രീതിയിൽ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും കൂടെ ചേർന്നുകൊണ്ട് വീട്ടിലൊരു ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീടിൻ്റെ അകത്ത് തന്നെ ആയിക്കോട്ടെ, എവിടെ ആയിക്കൊണ്ട് പോട്ടെ, കുറച്ച് നേരമൊക്കെ ഒന്ന് ചുമ്മാ ഇരിക്കുക, ഈ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് വീട്ടിൽ കുട്ടികളോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. മക്കൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ട്, ഒരിക്കലും നിങ്ങളിങ്ങനെ ചെയ്യരുത്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊക്കെ നമ്മളെ മക്കളോട് ചെറുതായിട്ട് പറഞ്ഞൊരു സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യണം. ഇന്നേ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ അവരത് അറിയത്തില്ല, അല്ലെങ്കിൽ അവർക്കത് അറിയത്തില്ല. ഓക്കെ. പിന്നെ ഫാദറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈക്ക് എന്താ പറയുക, ഇപ്പം ചെറുപ്പം മുതലേ സെപ്പറേറ്റഡ് ആണ്, ലീഗലി എന്താ പറയുക, എന്താ പറയുക ഡിവോഴ്സ്ഡ് ആണ് മമ്മി. സോ ഒറ്റയ്ക്ക് തന്നെയാണ് ഞങ്ങൾ എത്രയും കാലം നോക്കിയതും വളർത്തിയതും. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ടാവുന്ന ലൈക്ക് എന്താ പറയുക, എനിക്കൊരു പൊട്ടൻഷ്യൽ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 100-200 മടക്കായിട്ട് നമുക്ക് അത് തിരിച്ചും കൊടുത്തു. നമുക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല, നമ്മുടെ അടിച്ച് പൊളിച്ച് ജീവിക്കുകയാണ്. ഞങ്ങളെ നോക്കിയ സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. അപ്പോൾ ആ സ്ട്രഗിളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഉമ്മനപ്പം ഞാൻ കൊണ്ടു നടക്കുന്നത്. നോ വറീസ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ടച്ച് വിടാതിരിക്കാൻ വേണ്ടി നമ്മൾ റൈനാസ് കാറ്ററിംഗ് എന്ന് പറഞ്ഞൊരു സംരംഭം രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തത്. കാരണം വന്ന വഴി മറക്കരുതല്ലോ. അപ്പോൾ അന്ന് അത് വിറ്റിട്ടാണ് ഞങ്ങൾ പഠിപ്പിച്ചിരുന്നത്. സോ ഇന്ന് അത് കുറച്ചുകൂടി ഒരു ഹ്യൂജ് സ്കെയിലിൽ, കുറച്ചുകൂടി പ്രീമിയം കാറ്റഗറിയിൽ ഞാൻ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത്. സോ പുള്ളിക്കാരൻ്റെ ഉമ്മയെ പുള്ളി ഇന്ന് നോക്കുന്ന രീതിയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് സ്വർഗത്തിൽ കൊണ്ട് നടക്കുന്ന പോലെ ഉമ്മയെ വളർത്തുന്നത്. ആ ഉമ്മ അന്നത്തെ കഷ്ടപ്പാടിൻ്റെ ഇടയിലും മക്കളെ നന്നായിട്ട് നോക്കിയത് മനസ്സിലാക്കിയ മകൻ ഇന്ന് ഉമ്മയും ആ കുടുംബത്തിനും മൊത്തത്തിൽ വളരെ ഗംഭീരമായിട്ട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മളൊന്ന് ചിന്തിക്കാൻ പറ്റുന്ന അതിൻ്റെ അപ്പുറത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. അവർക്കും അവരുടെ തൊഴിലിനെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, വന്ന വഴി മറക്കാതിരിക്കാൻ ആ തൊഴിലിലേക്കുള്ള കാര്യങ്ങൾ വീട്ടിൽ ചെയ്തു കൊടുക്കുന്നു. എന്ത് നല്ലൊരു ഹാപ്പി മദറായിരിക്കും അവർ. നമുക്ക് അവരെയും കൂടെ കാണണ്ടേ? അവരുടെ ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് ആ അച്ഛൻ്റെ ഇല്ലായ്മ ആ അമ്മ മാറ്റി മക്കൾക്ക് വേണ്ടിയിട്ട്, ആ കുഞ്ഞ് പ്രായത്തിൽ തന്നെ ഡിവോഴ്സ് ആയ ആ സ്ത്രീ മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ച് ഇന്ന് ആ ലൈഫ് മാറി. അവരുടെ സാക്രിഫൈസാണ് ഇവരുടെ ലൈഫ്. സോ അവരുടെ ആ അമ്മ അവരെക്കുറിച്ചാണ് ഈ കമൻറ്റ് ബോക്സ് മൊത്തം. സോ അമ്മ പറയുന്നത് കേൾക്കാം. അപ്പോൾ നമ്മളുടെ മമ്മ ഞാൻ തായ്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് കമന്റ്സിൽ മൊത്തം നിങ്ങൾ ആദ്യം തന്നെ ബിഗ് സല്യൂട്ട് അമ്മയ്ക്ക്. എന്തറിയാമോ, ആ മകനെ ആ ഒരു തരത്തിലേക്ക് എത്താനും അവരെ കഴിവുകൊണ്ടൊക്കെ വളരുന്നുള്ള നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും പ്രതികൂല സാഹചര്യത്തിൽ ചെയ്തു കൊടുത്തു. അപ്പോൾ അമ്മയെ ആദ്യം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം അവരുടെ ലൈഫ് തന്നെ മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചു. പക്ഷേ ഇന്ന് ഭയങ്കര അടിപൊളിയായിട്ട് അവർ ലൈഫ് കൊണ്ടുപോകുന്നു. ഉമ്മ പറയുന്നത് എന്താണ്? നിങ്ങൾ എന്റെ വീഡിയോ കണ്ടില്ലേ? ഞാൻ ഇന്നലെ വീഡിയോ ഞാൻ കുറച്ചപ്പം കാണിച്ചു കൊടുത്തിട്ട് എന്റെ സംഭവം ഇമ്മ കുറെ കാലം പറഞ്ഞ ഇങ്ങനത്തെ നമ്മുടെ പഴയ കഥകളൊന്നും പിന്നെ ഇമ്മന്റെ ലൈഫിന്റെ കാര്യങ്ങളും പറയണമെന്നൊക്കെ പറഞ്ഞു തന്നെ. പിന്നെ ഒരുപാട് കമന്റ്സ് ഇങ്ങനെ റിപ്പീറ്റഡ്ലി വന്നുകൊണ്ട് ബാബനെ ചോദിച്ചിട്ടാണ് എല്ലാരും ഇങ്ങനെ കമന്റ് ഇടുന്നത്. എന്ത് പ്രശ്നം കാര്യം തൊട്ടടുത്താണ് വീട്, മീറ്റർ കണക്കിന് ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് അത് കല്യാണം വന്നപ്പോ തന്നെ എന്റെ ആങ്ങള ജേഷ്ഠത്തി ഉമ്മ അപ്പൊ ആരും സമ്മതിച്ചില്ലായിരുന്നു. കാരണം അത് വേണ്ട, പരിചയമുണ്ട്, അടുത്തടുത്താണല്ലോ. നിനക്ക് എത്ര? നിനക്ക് 3 വയസ്സായിരുന്നു. കുഞ്ഞുമോളെ പ്രഗ്നന്റ് ആണ്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞ ശേഷം ഒന്ന് നന്നായി പിന്നെ വീണ്ടും കുഞ്ഞുമോൾക്ക് ഓർമ്മയില്ലല്ലേ? അല്ല, പിന്നെ എപ്പോഴും കാണൂല, അടുത്തല്ലേ. ഇപ്പൊ നാളെ തന്നെ നമ്മൾ പോയാലും കാണും. ഞങ്ങളെ നാട്ടിലത്തെ വീടിന്റെ അടുത്താണ് അവരെല്ലാരും ഫാമിലി അങ്ങനെയാണ്. പിന്നെ അവർക്ക് ഫാമിലി കുടുംബക്കാർ അവർ അവരുടെ ജീവിതം ജീവിക്കും. പിന്നെ നമ്മൾ എന്തിനാ അതിലേക്ക് ഇതിന്റെ സ്റ്റോറി. അപ്പോൾ ഇതാണ് ആ ഉമ്മ. അപ്പം ആ ഉമ്മയുടെ കാര്യം പുള്ളിക്കാരൻ പറയുന്നതിലൂടെ നമുക്ക് ആ ഉമ്മ അവരുടെ ലൈഫിൻ്റെ അകത്ത് തൊട്ടടുത്തുള്ളൊരു വ്യക്തി അയൽവാസി വിവാഹം കഴിക്കുന്നു. ആ ലൈഫ് പിന്നീട് പെട്ടെന്ന് തന്നെ നിന്ന് പോകുന്ന സാഹചര്യം വന്നു. മക്കളായി, കുഞ്ഞ് ഗർഭിണിയൊക്കെ ആയിരിക്കുന്ന സമയത്താണ് തോന്നുന്നു ആ ഒരു ഡിവോഴ്സ് ആവുന്നത്. സോ അതിനുശേഷം അവർ ആ പുള്ളിയുടെ ലൈഫ് നോക്കി പോകുന്നു, ഇവരുടെ ലൈഫ് നോക്കി പോകുന്നു. നമ്മളിവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ പിക്ചറൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ ഒരു ഫ്ലാഷ് ബാക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ലാത്തൊരു സാധ്യത, ഒരു ഒറ്റമുറി റൂമിൻ്റെ അകത്ത് 2 കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ. ആ ഉമ്മ ഇന്ന് ഈ മക്കളെല്ലാം, 2 മക്കളും കൂടെ ചേർന്ന്, അതായത് മൂത്ത ഈ പുള്ളിക്കാരനും അതോടൊപ്പം തന്നെ ഈ അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന് പറയുന്ന ഈ പുള്ളിയുടെ സഹോദരിയും പിന്നീട് ഭയങ്കരമായിട്ട് ആരാധകരെ സൃഷ്ടിച്ചിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, തുടക്കത്തിൽ പറഞ്ഞത്, നമ്മുടെ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളിലും പല കുട്ടികളും കാണിക്കുന്ന വയലൻസ്, അതുപോലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പം നമ്മൾ ഞെട്ടിപ്പോയി, അയ്യോ ആ കുട്ടികളൊക്കെ എന്താ ഇങ്ങനെ ചെയ്തത്, ആ കുട്ടികളെ ഇങ്ങനെയാണല്ലോ എന്നുള്ള സംഭവം ചിന്തിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കുട്ടികളുണ്ടോ, നമ്മുടെ കുട്ടികളും നാളെ ഇത് ചെയ്യും എന്നൊരു ചിന്ത നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, നമുക്കെല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ മൃഗം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ
പരമാവധി മറ്റുള്ള മൃഗങ്ങളെ നമ്മൾ ഇണക്കി വളർത്തുന്നത് പോലെ തന്നെ നമ്മുടെ കുട്ടികളായതുകൊണ്ട് അവർക്ക് എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്ത് ഒരു സുപ്രഭാതത്തിൽ അത് പോകണ്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചെയ്യേണ്ടെന്ന് പറയുമ്പോഴേക്കും അവർ ദേഷ്യപ്പെട്ട് വരുന്ന സമയത്ത് അവരെ നമ്മുടെ കൺട്രോളിലേക്ക് നിർത്തിയിട്ടില്ല എങ്കിൽ, കൺട്രോൾ മീൻസ് വാട്ട്, കൺട്രോൾ ചെയ്ത് അടിമയാക്കുക അല്ല, അവരെ എല്ലാം മനസ്സിലാക്കി കൊടുക്കുക. പണത്തിൻ്റെ വില, ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങൾ എങ്ങനെ തരണം ചെയ്യണം, അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം അവരുടെ സ്വന്തം ദൈനംദിന കാര്യങ്ങളുടെ അകത്ത് ഡ്രസ്സ് അലക്കുന്നതാണെങ്കിലും പാത്രങ്ങൾ കഴിക്കുന്ന പാത്രങ്ങൾ കഴുകി വയ്ക്കുന്നതാണെങ്കിലും ഹൈജീനിക്കിൻ്റെ കാര്യമാണെങ്കിലും ഇതെല്ലാം നമ്മൾ തന്നെ അവരെ പഠിപ്പിക്കണം. ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ലേസി ആയിട്ട് പോകുന്നതിനെ അവരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ആ കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യിപ്പിച്ച് അവരെന്നുള്ളൊരു വ്യക്തിയാക്കി തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് വീട്ടുകാർ ശ്രമിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കുട്ടികളെ കുറിച്ച് നമ്മൾ ആരോട് പറഞ്ഞാലും നമ്മുടെ കുട്ടികളെക്കുറിച്ച് നമുക്ക് ഭയങ്കര അഭിപ്രായമായിരിക്കും. അയ്യോ നമ്മുടെ കുട്ടി ഭയങ്കര സംഭവമാണ്. എനിക്ക് 2 മക്കളുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത് ആധികാരികമായിട്ട് തന്നെ പറയുന്നത്. 2 ആൺകുട്ടികളുണ്ട്. അതിനകത്ത് മൂത്ത ആളിപ്പം പഠിക്കുന്നു, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയാൾ പ്രീ-KG പഠിക്കുന്നു. അപ്പോൾ ഈ 2 കുട്ടികളെയും വളർത്തുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം അറിയാം. അവരുടെ എവിടെ കൂടെയൊക്കെയാണ് അത് പോകുന്നത്, അവരെ എത്ര വരെ സ്വാതന്ത്ര്യം കൊടുക്കണം, ഏതുവരെയുള്ള കാര്യങ്ങളിനകത്ത് പിന്നീട് നമ്മൾ കടിഞ്ഞാടണം എന്നുള്ള കാര്യത്തിനൊക്കെ അറിയാം. അഴിച്ചടിച്ച് വിടുന്ന പരിപാടിയൊന്നും അത്ര നല്ലതൊന്നുമല്ല. ഇന്നിപ്പോൾ പാരൻറ്റിങ്ങിനെ കുറിച്ച് വലിയ വലിയ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പാരൻറ്റിങ്ങിനെ കുറിച്ച് വലിയ ക്ലാസ്സും കേട്ട് ഈ പാരൻറ്റിങ് എല്ലാം മനസ്സിലാക്കി ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇന്ന് പല കുട്ടികളും അതെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം വലിയ വലിയ സ്കൂളുകളിലും പഠിച്ച കുട്ടികളൊക്കെയാണ് ഇന്ന് പലതും കാണിക്കുന്നുണ്ട്. താഴെ മറ്റുള്ള സ്കൂളുകളിലെ കുട്ടികൾ കാണിക്കുന്നില്ല എന്നല്ല. പക്ഷേ അത്യാവശ്യം വേണ്ടത് സോഷ്യലൈസിങ് എന്നുള്ളൊരു സാധനമാണ്. ഇന്ന് സോഷ്യലൈസിങ് ഇല്ല. ഇപ്പോൾ ഫ്ലാറ്റുകൾ വളർന്ന ഒരു കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ ആ ഒരു കാറ്റഗറി തന്നെയുള്ള ആൾക്കാരെ കണക്ട് ചെയ്ത് നിൽക്കും. ഒരു നാട്ടിൻപുറത്തുള്ള കുട്ടികളെന്ന് വെച്ചാൽ നാട്ടിൻപുറത്തിൻ്റെ അകത്തുള്ള എല്ലാ തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധം വയ്ക്കാനുള്ള സാധ്യത. പക്ഷേ ഇപ്പം അത് കുറഞ്ഞു. ഇപ്പം അണുകുടുംബങ്ങളായതുകൊണ്ടും എൻ്റെ കുട്ടിയെ ഞാൻ കളിക്കാൻ വിടത്തില്ല, എൻ്റെ കുട്ടി ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ ആർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല, എൻ്റെ നാട്ടുകാർ ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും. എൻ്റെ കുട്ടിയെ ഞാൻ കളിക്കാൻ വിടുന്നുണ്ട്, അവിടെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ കളിക്കാൻ വിടുന്നുണ്ട്, അവൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കാനോ ചിരിക്കാനോ ഒക്കെ വിടുന്നുണ്ട്. അതെല്ലാം വേണം. അതോടൊപ്പം തന്നെ പഠിക്കേണ്ട സമയങ്ങളിൽ പഠിപ്പിക്കാനും ശ്രമിക്കാറ് എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് പഠിക്കടാ എന്നുള്ള പരിപാടിയും ഇല്ല. എല്ലാ കാര്യങ്ങളും ഒരു മിതത്വം വെച്ചുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അൺബോക്സിംഗ് ഡ്യൂഡിലെ ഈ പയ്യനെ പോലെ അവർ മാറിയില്ല എങ്കിലും അറ്റ്ലീസ്റ്റ് അവർക്കൊരു മനുഷ്യത്വമുള്ള ആൾക്കാരായിട്ട് മാറും. ഈ സഹജീവികളെ ഇപ്പം ഈ പറഞ്ഞ കണക്കിന് ഈ കുട്ടികൾ അടിച്ച് തല്ലി ഓരോന്ന് കാണിക്കുന്നത് പോലെയൊന്നും ആവാതെ അതും അച്ഛനമ്മമാർ വളർത്തിയ കുട്ടികളല്ലേ, അവർ പ്രതീക്ഷ വെച്ച് വളർത്തിയ മക്കളല്ലേ ഇന്നിപ്പം ഈ പരിപാടികളെല്ലാം കാണിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പയ്യനെ പോലെ സ്വന്തം വീട്ടിലെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ട് സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ടുള്ള കാര്യം കാണുമ്പോൾ വിഷമിക്കാനും മനസ്സ് നോവുന്ന തരത്തിലേക്കുള്ള രീതിയിൽ നിങ്ങളെ മക്കളെ ഒരുക്കണം. ഒരു നിലം ഒരുക്കുന്നത് പോലെ നമ്മുടെ മക്കളെ നമ്മൾ ഒരുക്കണം. അത് ആണായാലും പെണ്ണായാലും നമ്മുടെ മക്കളെ നമ്മൾ ഒരുക്കണം. അങ്ങനെ കറക്റ്റായിട്ട് ചെയ്ത് വന്നിട്ടില്ല എങ്കിൽ സാമൂഹിക ദ്രോഹികളായിട്ടും സമൂഹത്തിന് തന്നെ ആപത്തായിട്ടും നമ്മുടെ മക്കളും മാറിയേക്കാം. മനസ്സിലായില്ലേ? സോ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ മൊബൈൽ ഫോണും നമ്മൾ ഈ സോഷ്യൽ മീഡിയ അഡിക്ഷനും കാരണം നമ്മുടെ കുട്ടികളുടെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അവരവരുടെ തോന്നിയ വഴിക്ക് വളരും. ആ വളരുന്ന വഴി ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതൊന്നും ആയിരിക്കത്തില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ മറ്റേ മാഫിയകൾ ഏറ്റവും കൂടുതൽ കണ്ണുവയ്ക്കുന്ന ഈ കുട്ടികൾക്കാണ്. ഈ പലതരത്തിലുള്ള മരുന്നുകൾ അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. ആ സാധനമുള്ള കുട്ടികളിലേക്കാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ കുട്ടികൾ അഡിക്റ്റഡ് ആണ് ഇതിൻ്റെയൊക്കെ. സോ അതുകൊണ്ട് നമ്മുടെ കുട്ടികളിലേക്ക് ഒരു ശ്രദ്ധ വേണം, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വേണം. ഈ പറഞ്ഞ പയ്യൻ്റെ ഇപ്പം ഈ അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന് പറയുന്ന ആ കുട്ടി അയാൾ വളർന്ന് അയാളുടെ സ്വന്തം കാലിൽ നിന്നതുപോലെ സ്വന്തം കാലിൽ കേപ്പബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആളാക്കി മാറ്റാനെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളെല്ലാവരും ശ്രമിക്കണം എന്നുള്ളത് മാത്രമാണ്. കാരണം നിലവിലെ സാഹചര്യം അത്ര ഗുണകരമല്ല ഇപ്പോഴും മൊത്തത്തിൽ. ആ അമ്മ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ആ മോനെ വളർത്തിയത്, 2 മക്കളെയും വളർത്തിയത്. അവരുടെ ലൈഫിൻ്റെ അകത്ത് ഒരു പാർട്ട്ണറെ വേണമെങ്കിൽ വീണ്ടും കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. അതെല്ലാം ഒഴിവാക്കിയിട്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ചപ്പോൾ ആ മക്കൾ കണ്ടില്ലേ, അമ്മ അത്രയും സിൻസിയറായിട്ട് നോക്കിക്കൊണ്ട് മക്കൾക്ക് തിരിച്ചധികം സ്നേഹമുണ്ട്. നമ്മൾ സിൻസിയറായിട്ട് നോക്കിയാലും മക്കൾ സ്നേഹിക്കില്ല എന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും അവർക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലകത്ത് നിങ്ങളും കുത്തിയിരിക്കുന്ന പരിപാടി ഒഴിവാക്കി കുറച്ച് നേരമെങ്കിലും കുട്ടികൾക്കൊപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദിസ് ഈസ് മൈ ഹമ്പിൾ റിക്വസ്റ്റ്. കാരണം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ തലമുറ, നാളത്തെ ഭാവി അവരാണ്, നമ്മുടെ ഭാവി അവരാണ്. അതുകൊണ്ട് നമ്മൾ 2K കിഡ്സ് 2K വാണങ്ങൾ മറ്റത് മറിച്ചെന്നൊക്കെ പറയും, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ മക്കളും കൂടെ ചേരുന്നതാണ് ആ തലമുറ. അപ്പോൾ എല്ലാവരും, നിങ്ങളും ഞാനും അടങ്ങുന്ന സമൂഹം മൊത്തം ഉത്തരവാദികളാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ ഉത്തരവാദികളാണ്. അതുകൊണ്ട് വാർത്തെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇവിടുത്തെ മറ്റുള്ള പരിപാടികളെല്ലാം കാരണം രാഷ്ട്രീയവും മറ്റതും മറിച്ചതൊക്കെ കാരണം ഈ നാട്ടിൽ എങ്ങോട്ടാണ് പോക്ക് ഒരു പിടുത്തമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഇനി ഇപ്പോൾ അൺബോക്സിംഗ് ഡ്യൂഡിനെ കണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു കുട്ടി ഇനി മരുന്നിട്ട് കാണാൻ ഇനി അടുത്ത തലമുറയിൽ കാണാൻ പറ്റുമെന്ന് കണ്ടറിയണം. അച്ഛൻ്റെ അമ്മയുടെ ബുദ്ധിമുട്ട് വിഷമം കണ്ടിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ ജീവിതം നന്നായിട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന എത്ര മക്കൾ ഇനി ഉണ്ടാവും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.